സമരം ചെയ്ത പാറ്റകൾ നമ്മുടെ കുഞ്ഞുങ്ങളാണ്. നമ്മുടെ 20 കുട്ടികൾ ആത്മഹത്യ ചെയ്തതിൻ്റെ സങ്കടം കൊണ്ട് അവരോടുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് അവർ സമരം ചെയ്തത് എന്നൊക്കെ പറയുന്ന ഒരു നറേറ്റീവ് ഉണ്ടല്ലോ. പാവപ്പെട്ട പിള്ളേർ സമരം ചെയ്യുന്നു. ഈ സമരം ചെയ്തിട്ട് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നായിരുന്നു. രാജിവെച്ചു, അല്ലെങ്കിൽ രാജിവെപ്പിച്ചു. അതാണല്ലോ പറയുമ്പോഴാണല്ലോ അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ധർമ്മേന്ദ്ര പ്രധാനെ മുട്ടുകുത്തിച്ച്, മോദിയെ മുട്ടുകുത്തിച്ച് സമരഭൂവിൽ നിന്ന് പിരിഞ്ഞുപോയ പാറ്റകൾ എങ്ങോട്ടാണ് പോയത്? ഈ പാവങ്ങൾ. ഞായറാഴ്ച വൈകിട്ട് അതിനുള്ള ഉത്തരം കിട്ടി. ദില്ലിയിലെ ലക്ഷങ്ങൾ ചെലവ് വരുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പാർട്ടിക്കാരെല്ലാം ഒത്തുകൂടി. അതിൻ്റെ ബാങ്ക്വറ്റ് ഹാളിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ പാർട്ടി, നൃത്തം, പാട്ട്, മദ്യം, ഭക്ഷണം. ചുരുങ്ങിയതൊരു 25 ലക്ഷം രൂപയെങ്കിലും ചെലവ് വരുന്ന തരത്തിലുള്ള ആഘോഷങ്ങൾ ദില്ലിയിലെ തലസ്ഥാന നഗരിയിലെ, രാജ്യ തലസ്ഥാന നഗരിയിലെ പടുകൂറ്റൻ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനായ മഹേഷ് ചദ്മലാനി ആണ് ഇതിൻ്റെ ആദ്യത്തെ വിഷ്വൽ എക്സിൽ പോസ്റ്റ് ചെയ്തത്. അദ്ദേഹം ചോദിച്ചു, നോക്കൂ, പാറ്റകൾ മരിച്ചുപോയ 20 കുട്ടികളോടുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അവർ ബോളിവുഡ് ഗാനങ്ങൾ വെച്ച് നൃത്തം ചെയ്യുന്നു. കുട്ടികളല്ലേ, ഡാൻസ് ചെയ്യട്ടെ, കുട്ടികളല്ലേ, ആഘോഷിക്കട്ടെ എന്ന് വേണം വെക്കാം. പക്ഷേ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ അവിടെ 26, 27 തീയതികളിൽ താമസിക്കാൻ വന്നവരെല്ലാം അവിടെ താമസിക്കുകയാണ്. അവിടുത്തെ ബാങ്ക്വറ്റ് ഹാൾ വാടകയ്ക്കെടുത്ത് ഭക്ഷണവും മദ്യവും വിളമ്പി ആനന്ദ നൃത്തം നടത്താൻ എവിടുന്നാണ് ഇവർക്ക് പണം? ആരാണ് പണം മുടക്കിയത്? അന്വേഷിക്കണ്ടേ? പാറ്റ സമരത്തിന് കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾ വലിയ തോതിൽ പണമൊഴുക്കിയിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം, വിദേശ ഫണ്ട് അടക്കമുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്, വിദേശ താല്പര്യങ്ങൾ അടക്കമുണ്ട് ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞ ആളുകളെ കളിയാക്കുന്നവരുണ്ടായിരുന്നു. അവർ പറയണം, എങ്ങനെയാണ് ഈ സമരത്തിൽ പങ്കെടുത്ത അഭിജിത് ദിപ്കെ, സൗരവ് ദാസ്, അശുതോഷ് ശൃംഗെ, അർപ്പിത് ശർമ്മ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും അനേകം ഡസൻ കണക്കിന് പ്രവർത്തകരും എങ്ങനെയാണ് പാട്ടുപാടി 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ച് മദ്യം നുകർന്ന് ആനന്ദ നൃത്തമാടിയത് എങ്ങനെയാണ്? ഇവർ പറഞ്ഞെന്താ? കണ്ണീരിൻ്റെ കഥയല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി, അവരുടെ ഭാവി ശോഭനമാക്കാൻ വേണ്ടി ഞങ്ങൾ സമരം ചെയ്യുകയാണ്. 20 നമ്മുടെ സഹോദരങ്ങളാണ് പരീക്ഷ എഴുതാൻ കഴിയാതെ ഇനി വീണ്ടും എഴുതിയാൽ താൻ ജയിക്കുമോ എന്നുള്ള ആശങ്ക കൊണ്ട് മരിച്ചുപോയത്, ആത്മഹത്യ ചെയ്തത്, അവരുടെ ആത്മാവിന് വേണ്ടിയാണ് ഈ സമരം എന്നൊക്കെ നിലവിളിച്ചതല്ലേ. എന്നിട്ട് നിങ്ങൾ ഈ സമരം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വീടുകളിലൊന്നും പോകാറുതല്ലോ. പോയില്ല. അത് വേണേൽ രാജ്യത്തിൻ്റെ പല ഭാഗത്തല്ലേ, എല്ലായിടത്തും പോകാൻ പറ്റുമോ? സമയമെടുക്കില്ലേ? ശരി, അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അടുത്ത ദിവസം ഞങ്ങളുടെ ഒഴിഞ്ഞ കീശകളാണ് ഞങ്ങൾക്കുള്ളത്, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഞങ്ങൾ കുട്ടികളാണ്, ഞങ്ങൾ വിദ്യാർത്ഥികളാണ്, ഞങ്ങൾ യുവാക്കളാണ്, സാധാരണക്കാരാണ് എന്ന് പറഞ്ഞവർക്ക് എങ്ങനെയാണ് ഒരു കേന്ദ്രമന്ത്രിയെ തോക്കു ചൂണ്ടി എന്നോണം അക്രമം അഴിച്ചുവിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് രാജ്യം സമീപകാലത്ത് കണ്ട ഏറ്റവും കലാപകലുഷിതമായ അക്രമം നിറഞ്ഞ മാധ്യമപ്രവർത്തകരെയും പോലീസുകാരെയും, ഗർഭിണിയായ ഒരു പോലീസുകാരിയുടെ വയറിന് കരിങ്കല്ല് കൊണ്ടിടിക്കുന്നത് വരെയുള്ള അക്രമങ്ങൾ നടത്തിയ സമരത്തിനു ശേഷം അവർക്ക് വഴങ്ങിക്കൊടുത്ത കേന്ദ്ര സർക്കാരിന് കേന്ദ്രമന്ത്രിയുടെ രാജിയെ ആഘോഷമാക്കാൻ വേണ്ടി ഇവർക്ക് എങ്ങനെയാണ് ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോകാൻ കഴിയുന്നത്? പ്രധാനപ്പെട്ട കാര്യമല്ലേ. നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഓരോ കുടുംബത്തിനും, ആത്മഹത്യ ചെയ്ത 20 പേരുടെ കുടുംബത്തിനും 1 കോടി രൂപ വീതം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതാണോ ഒരു ജനകീയ സമരം? ഈ സമരം എന്ന് പറയുന്നത് തീർച്ചയായും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ആടാനും പാടാനും കൂത്താടാനും കള്ളു കുടിക്കാനും ഭക്ഷണം കഴിക്കാനും കഴിവുള്ള ആളുകൾ സംഘടിപ്പിച്ച സമരമാണ്. അങ്ങനെയാണല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് പറയുന്നത് എന്താ? ചായക്കടക്കാരൻ്റെ മകൻ. ഒരു ചായക്കടക്കാരൻ്റെ മകൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്നു. ഡൂൺ സ്കൂളുകളിൽ പഠിച്ച, എലീറ്റ് കുടുംബങ്ങളിൽ ജനിച്ച, ഉന്നത കുലജാതർ മാത്രം ഇതുവരെ ഇരുന്ന പ്രധാനമന്ത്രി കസേരയിൽ OBC-കാരനായ ചായക്കടക്കാരൻ്റെ മകനായ
ഒരാൾ ഒരു സാധാരണക്കാരൻ പ്രധാനമന്ത്രിയായിരിക്കുന്നു. അതോ ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണ. ഇതെങ്ങനെ ഞങ്ങൾ ഉന്നത കുലജാതരുടെ രക്തം തിളക്കില്ലേ? പ്രധാനമന്ത്രി പദം എന്ന് പറയുന്ന ഒരു കുടുംബത്തിന് കുത്തകയായി പതിച്ചു കൊടുത്ത, കുടുംബാധിപത്യം ജനാധിപത്യമായി വാഴ്ത്തിപ്പാടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പോലുമുള്ള ഈ രാജ്യത്ത് എങ്ങനെ സഹിക്കും? നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 12 വർഷം ഒരു വ്യാഴവട്ടം പിന്നിട്ടിരിക്കുന്നു. അതിൻ്റെ അസഹിഷ്ണുത ഉള്ള ആളുകൾ ഉറപ്പായും ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ തുടക്കം മുതൽ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അഭിജിത്ത് ദിബ്കെ ശനിയാഴ്ച രാവിലെ 11:33 കൃത്യം പ്രഖ്യാപിക്കുക. എന്ത് പ്രഖ്യാപിച്ചു? ടൈഫോയിഡാണെന്ന് പ്രഖ്യാപിച്ചു. അഭിജിത്ത് ദിബ്കയ്ക്ക് ടൈഫോയിഡാണ്, അത്യാസന്നതയിലാണ്, കയ്യിലൊക്കെ സൂചിയൊക്കെ കയറ്റി പ്ലാസ്റ്ററൊക്കെ ഇട്ട് അഭിജിത്ത് ദിബ്കെ കിടക്കുന്നു. ഇതിനിടയ്ക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സോനം വാങ്ചുക്ക് 21 ദിവസം മറ്റോ നിരാഹാരം കിടന്നിട്ട് ഇദ്ദേഹത്തിനെ ജീവൻ രക്ഷിക്കണമെന്ന് അങ്ങേര് തന്നെ അങ്ങേരുടെ വക്കീലിനെ കൊണ്ട് ഒരു കേസ് ഡൽഹി ഹൈക്കോടതി കൊടുപ്പിച്ചിട്ട് ഉത്തരവ് മേടിച്ച് നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ ചെന്നതിന് ശേഷം ഇയാളുടെ വിഷ്വൽസ് വന്നിട്ടുണ്ട്. അവശനായിട്ട് ഞാനിപ്പോൾ ചത്തുപോകുക എന്ന് പറഞ്ഞ് കിടന്ന ഈ ചങ്ങായി പയറുപോലെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൈയൊക്കെ ഇട്ട് നടന്നു പോകുന്നു, സെക്യൂരിറ്റിക്കാരനോട് തട്ടിക്കയറുന്നതിൻ്റെ വീഡിയോസ് വന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ സെയിം ഡേ. അപ്പോൾ അവിടെ നിരാഹാര സമരത്തിൽ അവശനായിട്ട് കിടന്നതോ? അഭിനയം, നാടകം. ഈ അഭിജിത്ത് ദിബ്കെ എന്ന് പറയുന്ന അമേരിക്കയിൽ നിന്ന് വന്ന ആളാണ്. അയാൾ സമരത്തിനിടയ്ക്ക് താമസിച്ചിരുന്നത് റാഡിസൺ ഹോട്ടലിലായിരുന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മറ്റൊരു പഞ്ചനക്ഷത്ര ഹോട്ടലാണ്. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിച്ച് അവിടുത്തെ പഞ്ചനക്ഷത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തെ വിറപ്പിക്കാൻ ശ്രമിച്ച ആളുകളാണ് പാറ്റ. ഇവർക്ക് പിന്നിൽ ഫണ്ടുണ്ട് എന്ന് പറഞ്ഞത് ശരിവെക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ സമരത്തെ ഇതുവരെ പ്രോത്സാഹിപ്പിച്ച ഒരൊറ്റ മാധ്യമം അത് കാണിക്കത്തില്ല. ഉറപ്പാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങളിത് പറയുന്നു, ഞങ്ങളിത് കാണിക്കുന്നു. ഇനി ജുനൈദിൻ്റെ കാര്യമുണ്ട്. ജുനൈദ് എന്ന് പറഞ്ഞ ഒരു UP-കാരൻ സമരം തുടങ്ങിയിട്ട് 37 ദിവസവും ഭക്ഷണം ഓർഡർ ചെയ്യായിരുന്നു. ജന്തർ മന്ദറിലുള്ളവർക്ക് ഇദ്ദേഹം ബർഗറും പിസ്സയും കോക്കുമൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കും, ഈ ജുനൈദ് എന്ന് പറയുന്ന ആൾ വലിയ കോടീശ്വരനായിരിക്കുന്നു. ഇയാൾക്ക് ഒരു മൊബൈൽ സർവീസ് സെൻ്ററാണ്, മൊബൈൽ ഫോൺ നന്നാക്കുന്ന ഒരു കടയാണ്. മൊബൈൽ ഫോണുകൾ നന്നാക്കുന്ന ജുനൈദിന് എങ്ങനെയാണ് അവിടെ പങ്കെടുത്തുകൊണ്ടിരുന്ന 100 കണക്കിന് ആളുകൾക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പിസയും ബർഗറും അടക്കമുള്ള ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞത്? എവിടെ നിന്നായിരുന്നു പൈസ? കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഖത്തറിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണ്. ജന്തർ മന്ദർ സമരക്കാർ എന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്യുകയാണ്. ഫണ്ട് ഒരുപാട് ഒഴുകിയിട്ടുണ്ട്. ഈ ഫണ്ട് ഒഴുകിയതിൻ്റെ ഒരു കണക്ക് പറയുന്ന ഒരു വീഡിയോ ഞങ്ങൾ ഇത് കഴിഞ്ഞ ഉടനെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാണണം. ഈ സമരം ആരുടെ സൃഷ്ടിയാണ്, ആർക്കൊക്കെ ഈ സമരം വിജയിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറയുന്ന നിങ്ങളെ ഞെട്ടിക്കുന്നൊരു വീഡിയോ തൊട്ടു പിന്നാലെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഏതായാലും നമ്മൾ വിചാരിച്ചതുപോലെ അത്ര നിഷ്കളങ്കരും ഒന്നുമല്ല ഈ പാറ്റാ സമരത്തിൻ്റെ ആളുകൾ. നമ്മുടെ സമരത്തിൽ പങ്കെടുക്കുന്ന ജൻസിയെക്കുറിച്ചല്ല, അവർ പാവങ്ങൾ. ഞങ്ങൾ രാവിലെ ജൻസിയോട് നമ്മൾ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ചെയ്ത തെറ്റാണ്. കാരണം ജൻസി എന്ന് പറയുന്ന കുട്ടികൾ 2014 മോദി സർക്കാർ വന്നതിന് ശേഷം ഈ രാജ്യത്തുണ്ടായ കാര്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ അതിനകത്തൊന്ന് പറയുന്നുണ്ട്. ആ കുട്ടികളുടെ പ്രധാനപ്പെട്ട ഒരു പരാതി എന്താണെന്നറിയോ? ഇവിടെ ലോകത്ത് പല രാജ്യങ്ങളിലും ഇൻ്റർനെറ്റിൻ്റെ ലൈറ്റ്നിങ് ഫാസ്റ്റാണ്, മിന്നൽ വേഗത്തിലാണ് ഇൻ്റർനെറ്റ് കിട്ടുന്നത്. നമ്മുടെ ഇവിടെ ഇപ്പോഴും 5G ആണെങ്കിലും കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുള്ളൂ. ഇതാണ് 2014 ശേഷം അല്ലെങ്കിൽ ഇപ്പോൾ 17ഉം 20ഉം ഒക്കെ വയസ്സുള്ള കുട്ടികളുടെ പരാതി, ജൻസിയുടെ പരാതി. പക്ഷേ 2014 മുമ്പ് 1 GB ഡാറ്റ 256 രൂപയ്ക്ക് എന്നെപ്പോലെ നിങ്ങളും വാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 12 വർഷം കൊണ്ട് രാജ്യം നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ, റോഡുകളുടെ കാര്യത്തിൽ, ഇൻ്റർനെറ്റിൻ്റെ കാര്യത്തിൽ, ഡിജിറ്റൽ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ വലിയ മാറ്റം ഉണ്ടാക്കി. അതുകൊണ്ട് ഇവർ കാണുന്നത് മോദി ഉണ്ടാക്കിയ ഇന്ത്യയാണ്. അതിനു മുമ്പുള്ള ഇന്ത്യ അവർ അറിയുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ പ്രതലത്തിൽ നിന്നുകൊണ്ട് അവർ കൂടുതൽ ആഗ്രഹിക്കും. പക്ഷെ അവരോട് കഴിഞ്ഞ 12 വർഷത്തിന് മുമ്പ് നമ്മുടെ രാജ്യം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പരാജയപ്പെട്ടു എന്ന് വിശദമായി പറയുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങൾ ചെയ്തത്. അത് നിങ്ങൾ ഉറപ്പായിട്ട് കാണണം. വിഷ്വൽസ് കാണിക്കുന്നുണ്ട്, വെറുതെ പറയല്ല, ചിത്രങ്ങൾ സഹിതം. ഒരു അത്യാവശ്യം
എന്താ ഒരു ഡോക്യുമെൻ്ററി സ്വഭാവത്തിലല്ല, കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടാനുള്ള സവിശേഷമായ ചിത്രങ്ങളും കണക്കുകളും വെച്ചിട്ടാണ് രാവിലെ ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തത്. അത് നിങ്ങളൊന്ന് കാണണം, അത് നിങ്ങൾ പരമാവധി ആളുകൾക്ക് അയച്ചു കൊടുക്കണം. പക്ഷേ നോക്കൂ, നമ്മൾ ഈ പാവങ്ങൾ, പാറ്റകൾ, കുട്ടികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞവരൊന്നും അത്ര നിഷ്കളങ്കരൊന്നും അല്ല. ഇവരുടെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട്, ഉറപ്പാണ്. അതുകൊണ്ടാണ് സമരം കഴിഞ്ഞ ഉടനെ രാവിലെ 11:30 ടൈഫോയിഡ് ബാധിച്ചവൻ 8:50 രാത്രി 8:50 ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കൂത്താടി തിന്നു കുടിച്ച് കൂത്താടുന്ന പാർട്ടിക്ക് പോയി അഭിജിത്ത് ദീപ്കയെ പോലെയുള്ള കോക്രോച്ച് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഇരിക്കാൻ കഴിയുന്നത്. രാവിലെ 11:33 ടൈഫോയിഡ് ബാധിച്ച് സൂചിയും കുത്തിക്കയറ്റി കിടന്നവൻ എങ്ങനെയാണ് 8:50 രാത്രി 8:50 പാർട്ടിക്ക് പോകുന്നത് എന്നെനിക്കറിയില്ല. ടൈഫോയിഡ് എന്ന് പറയുന്നത് തൊലിപ്പുറത്തുണ്ടാകുന്നൊരു രോഗമാണ്, ആയിരിക്കാം. ഏതായാലും സമരം അത്ര നിഷ്കളങ്കമായിരുന്നില്ല എന്ന് സമരം പിൻവലിച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ രാത്രി പഞ്ചനക്ഷത്ര പാർട്ടിയിലൂടെ ഇവർ തെളിയിച്ചു. അപ്പോൾ നമ്മൾ എല്ലാത്തിനെയും നമ്മൾ പിന്തുണയ്ക്കുമ്പോൾ ഇത്തരം ചില കാര്യങ്ങളും കൂടെ ഓർക്കണം. പാവങ്ങളല്ലേ, പിള്ളേരല്ലേ, അവരുടെ സമരത്തോട് ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നോ എന്ന് ചോദിച്ച ആളുകൾക്ക് കാണാനും അറിയാനുമാണ് ഈ വിവരം പറയുന്നത്. ഏതായാലും ഇന്ത്യ ലൈവ് കാണുന്ന എല്ലാവരും ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട്, അതുകൂടി പരിഗണിക്കണം.